HSC പരീക്ഷകളെ പറ്റി പൊതുവെ വരുന്നൊരു സംശയം, മലയാളത്തിലാണ് സബ്ജക്റ്റുകളിലെ ചോദ്യങ്ങൾ എന്നുള്ളത് കൊണ്ട് മലയാളത്തിൽ തന്നെ പഠിക്കണമെന്നുണ്ടോ, മലയാളത്തിൽ പഠിച്ചവർക്ക് എന്തെങ്കിലും മേധാവിത്വം ഉണ്ടോ എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇതൊരു സബ്ജക്റ്റ് പരീക്ഷ തന്നെയാണ്. അതുകൊണ്ട് സബ്ജക്റ്റിലുള്ള അവഗാഹവും നിങ്ങൾക്ക് എത്രമാത്രം അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ സബ്ജക്റ്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനം. മലയാളത്തിൽ വിദഗ്ധനായതുകൊണ്ട് മാത്രം HSCയുടെ നാച്ചുറൽ സയൻസോ ഫിസിക്കൽ സയൻസോ അതുപോലെ മറ്റേതെങ്കിലും കണക്ക് പോലുള്ള വിഷയമോ പാസ്സാകണമെന്നില്ല. ഏറ്റവും വേണ്ടത് അത് അറിയണം. അതേസമയത്ത് മലയാളത്തിന് തത്തുല്യമായ പദങ്ങളും പദാവലിയും നിങ്ങൾ തയ്യാറാക്കി വെച്ച് അത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഉപകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ വേണമെങ്കിൽ കഴിഞ്ഞ സീസണുകളിലെ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് പരിശോധിച്ചാൽ ഇംഗ്ലീഷ് മാത്രം അറിയുന്നവർക്ക് പോലും ബഹുഭൂരിപക്ഷം ചോദ്യങ്ങളും ആൻസർ ചെയ്യാൻ പറ്റും, അവർക്ക് ആ വിഷയം അറിയുമെങ്കിൽ എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റ് തന്നെയാണ് പ്രധാനം. അതിൻ്റെ കൂടെ തന്നെ മലയാളത്തിൽ ഇത് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടുന്നു എന്നുള്ളതാണ് ആ പരീക്ഷയുടെ മൊത്തത്തിലുള്ള ഒരു ഫിലോസഫി എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുക. ഏറ്റവും മികച്ച രീതിയിൽ സബ്ജക്റ്റ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ അധ്വാനിച്ച് പഠിക്കുകയും ആ അധ്വാനം ഇഷ്ടപ്പെടുകയും കഷ്ടപ്പാടായി കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ വിജയമുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ, ഏറ്റവും നല്ല വിന്നിംഗ് സ്ട്രാറ്റജി കിട്ടുന്ന ഡയറക്ഷൻ ബാച്ചുകളിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. അത് നാച്ചുറൽ സയൻസ് ആയാലും ശരി, മറ്റേത് വിഷയമായാലും ശരി. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ മലയാളത്തിൽ മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ തീർച്ചയായും ഉണ്ടാകും. പക്ഷേ അവരുടെയൊക്കെ നോളേജ് ഒരു ലിമിറ്റഡ് ആവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കറിയാമല്ലോ, ഈ പറഞ്ഞ ഏത് വിഷയമാണെങ്കിലും ആധികാരികമായി ഹയർ സ്റ്റഡീസിലേക്ക് പോകുമ്പോൾ മീഡിയം ഇംഗ്ലീഷായി മാറുന്നുണ്ട്. ഇംഗ്ലീഷായി മാറുന്ന ഒരു മീഡിയത്തിൽ വലിയ രീതിയിൽ പഠിച്ചു വന്നിരിക്കുന്ന ഒരാൾക്ക് എല്ലാം മലയാളത്തിൽ തന്നെ പറഞ്ഞു തരാൻ സാധ്യമല്ല എന്നൊരു സാഹചര്യം ഉണ്ടാകാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിജ്ഞാനവും സബ്ജക്റ്റിലുള്ള ആധികാരികതയും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഏറ്റവും അറിയുന്നവരുടെ മുന്നിൽ ചെന്നിരുന്ന് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അല്ലാതെ മലയാളത്തിൽ എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു രീതിയിലേക്ക് പോവുക എന്നുള്ളത് അല്ല. കാരണം കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ആദ്യ റാങ്കുകൾ നേടിയെടുത്ത ഡയറക്ഷനിലെ വിദ്യാർത്ഥികളെ ട്രെയിൻ ചെയ്തിട്ടുള്ള അനുഭവ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത്. ആദ്യ റാങ്കുകളാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്ജക്റ്റിലെ ആധികാരികമായ വിജ്ഞാനത്തിന് തന്നെ മുൻഗണന നൽകണം. അല്ലാതെ മലയാളത്തിൽ ഇതെല്ലാം ഈ പദങ്ങളെല്ലാം മലയാളത്തിൽ പറഞ്ഞുകൊണ്ടുള്ള ഒരു സർക്കസ്, ഒരു വാചക കസർത്തിൽ വിശ്വസിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. വേണ്ടത് സബ്ജക്റ്റിൻ്റെ അറിവ്, ആധികാരികത, അത് ഏറ്റവും മികച്ച രീതിയിൽ മനസ്സിലേക്ക് എത്തിക്കുവാൻ കഴിവുള്ള ഒരു വിന്നിംഗ് സ്ട്രാറ്റജി ഇതുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ മലയാളത്തിലാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരിക്കലും നിങ്ങൾക്ക് ആദ്യ റാങ്കുകളിലേക്ക് പോകാനുള്ള സാഹചര്യം അതൊരുക്കുമെന്നൊരു ഗ്യാരണ്ടിയുമില്ല. അതേസമയത്ത് എനിക്ക് ഈ വിഷയം അറിയാം, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം, പക്ഷേ മലയാളത്തിലുള്ള പദങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകും, ഞാൻ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഈ മലയാളത്തിലുള്ള പദങ്ങൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ തന്നെ ക്ലാസ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മലയാളികളാണ്, മലയാളത്തിൽ പറഞ്ഞു തരും, പക്ഷേ ചില ടേമുകളും മറ്റും ഇംഗ്ലീഷിലായിരിക്കും പറയുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രം ക്ലാസ് റിജക്റ്റ് ചെയ്യപ്പെടരുത്. കാരണം ഏറ്റവും മികച്ചത് റിജക്റ്റ് ചെയ്താൽ പരീക്ഷ നിങ്ങളെ റിജക്റ്റ് ചെയ്യും. അതിന് പകരം അതെന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ട പദാവലി നമ്മളെ കയ്യിൽ വെച്ച് അത് നോക്കിയിട്ട് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ. അങ്ങനെ തന്നെയാണ് വിന്നിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആധികാരികമായ വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പഠനം ആധികാരികമായിരിക്കണം. ആധികാരികമായ വിജ്ഞാനമുള്ള ആൾക്കാരിൽ നിന്ന് നേരിട്ട് പഠിക്കുവാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടുന്നു. അതാണ് ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഡയറക്ഷൻ ഓൺലൈൻ കോഴ്സുകൾ എപ്പോഴും ഏറ്റവും മികച്ചതാവുന്നത് അതിൻ്റെ എക്സിക്യൂഷനിലുള്ള സിസ്റ്റത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. അല്ലാതെ ഒരിക്കലും അതിൻ്റെ ബ്യൂട്ടി കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷറി കൊണ്ടോ അല്ല. ഏറ്റവും മനോഹരമായ റെക്കോർഡുകൾ ഒരുപക്ഷെ ഡയറക്ഷനിലേതാവണമെന്നില്ല, പക്ഷേ ഏറ്റവും യൂട്ടിലിറ്റി ഉള്ള റെക്കോർഡുകൾ, പരീക്ഷകളിലേക്ക് നിങ്ങളെ നയിക്കുന്ന റെക്കോർഡുകൾ തീർച്ചയായും ഡയറക്ഷൻ്റേതാണ്. അതാണ് ഇത്രയും മികച്ച റിസൾട്ടുകൾ നേടിയെടുക്കാൻ ഞങ്ങളുടെ വിദ്യാർത്ഥികളെ ഓൺലൈൻ കോഴ്സുകളിൽ നിന്ന് പോലും പ്രാപ്തരാക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി, കഴിഞ്ഞ HSA പരീക്ഷകൾ, നാച്ചുറൽ സയൻസ് ആയാലും കണക്കായാലും അങ്ങനെ എല്ലാ വിഷയം എടുത്ത് റിസൾട്ട് പരിശോധിച്ച് നോക്കുക, നമ്മുടെ വിദ്യാർത്ഥികളാണ് അതിൽ ടോപ്പേഴ്സ് എന്ന് കാണാൻ പറ്റും. നാച്ചുറൽ സയൻസിൽ 3 ജില്ലകളിൽ 1-ാം റാങ്കുകൾ, 2-ാം റാങ്കുകൾ അനവധി. ഇങ്ങനെയുള്ള ഒരു റിസൾട്ട് വേറെ എവിടെയാണുള്ളത്? അതുപോലെ HSST പരീക്ഷ എടുത്ത് നോക്കുക, ഫിസിക്സ് എടുത്ത് നോക്കുക, അതുപോലെ തന്നെ ഇക്കണോമിക്സ്. ഇതാണ് ഓൺലൈനിൽ നമ്മൾ നടത്തിയിട്ടുള്ള കോഴ്സുകൾ. ഓഫ്ലൈൻ്റെ ചരിത്രമാണ്. ഓഫ്ലൈൻ ഡയറക്ഷൻ റിസൾട്ടുകളൊന്നും ചരിത്രമാണ്. ഓൺലൈനിലെ ഈ റിസൾട്ടുകളാണ് ഞാൻ നിങ്ങളോട് ഇപ്പം പ്രത്യേകമായി എടുത്ത് പറയുന്നത്. കാരണം ഇതിലൊക്കെ ഞങ്ങൾ ഫോളോ ചെയ്തിട്ടുള്ളത് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ ഏറ്റവും വിദഗ്ധരായ ആൾക്കാരെ കൊണ്ട് തന്നെ കൊടുക്കുക എന്നുള്ളതും നമ്മളുടെ വിന്നിംഗ് സ്ട്രാറ്റജിയിൽ പെടുന്ന പ്രത്യേകമായ ടെസ്റ്റുകൾ, രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ള ടെസ്റ്റുകളും മറ്റും നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതുമാണ്. അത് തീർച്ചയായിട്ടും ഒരു വലിയ റിസൾട്ട് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഡയറക്ഷൻ വിന്നിംഗ് സ്ട്രാറ്റജി അൺക്വസ്റ്റ്യനബിളി ദ ബെസ്റ്റ് ആവുന്നത്. അതുകൊണ്ട് ഇനി ഒട്ടും വൈകരുത്. നിങ്ങൾക്ക് HSA ആണ് പരീക്ഷയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് HSAയിലെ ആദ്യ റാങ്ക് നേടിയിട്ട് ഒരു ജോലി ഉറപ്പിക്കുക, ഗവൺമെൻറ് സ്കൂളുകളിലെ അധ്യാപകനാവുക എന്നുള്ളത് ആണ് എങ്കിൽ തീർച്ചയായും ഡയറക്ഷൻ്റെ HSAയുടെ ബാച്ചുകളിലേക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഈ ഓഗസ്റ്റ് മാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഡയറക്ഷനിലെ HSA ബാച്ചുകൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. സീറ്റുകൾ പരിമിതമാണ്. ആലങ്കാരികമായി പറയുന്നതല്ല, സീറ്റുകൾ പരിമിതമാണ്. വിജയിക്കാനാണ് തീരുമാനമെങ്കിൽ വൈകുന്നത് എന്തിന്?